അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ 21-ാമത്തെ ചാപ്റ്ററാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ഇഷാറാത്തുൽ മുറൂർ എന്ന ചാപ്റ്ററാണ്. ഇഷാറാത്തുൽ മുറൂർ, ഇഷാറാത്ത് എന്ന് പറഞ്ഞാൽ ഈ സിഗ്നൽസ് എന്ന അർത്ഥം. അഷാറ എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചു എന്നാ. അപ്പൊ ഇഷാറാത്തുൽ മുറൂർ എന്ന് പറയുമ്പോൾ ട്രാഫിക് സിഗ്നൽ. അപ്പൊ ട്രാഫിക് സിഗ്നലുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ് ഇത്. ഇപ്പൊ ഈ ചാപ്റ്ററിൽ ട്രാഫിക് സിഗ്നലുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടന്റ് ഉണ്ട്. ആ കോണ്ടന്റ് നമ്മൾ മനസ്സിലാക്കുന്നു. പ്ലസ് അതിനോട് അനുബന്ധമായി ഇവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നഹ്വിയായ ഒരു പോർഷൻ എന്താന്ന് വെച്ചാല് കാനാവാഹ്വാത്ത്. നമ്മൾ മുമ്പ് ഇന്നാവാഹ്വാത്ത് പഠിച്ചല്ലോ. ഇന്നാവാഹ്വാത്തില് ഇന്നയുടെ ശേഷമുള്ള ഒരു പദം ഉണ്ടാകും. ആ പദത്തിന് നമ്മൾ ഇന്നയുടെ ഇസ്മി എന്നാണ് വിളിക്കുക. അതിന്റെ ശേഷം മറ്റൊരു പദം ഉണ്ടാകും. ആ പദത്തിന് നമ്മൾ ഇന്നയുടെ ഖബർ എന്ന് വിളിക്കുന്നു. ഇന്നയുടെ ഇസ്മിന് എപ്പോഴും നസ്ബായിരിക്കും ഉണ്ടാവേണ്ടത്. ഇന്നയുടെ ഖബറിന് എപ്പോഴും റഫ് ആണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന നിയമമാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ ഈ കാനാവാഹ്വാത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. കാനാവാഹ്വാത്ത് പറഞ്ഞാൽ കാനയെ പോലെ അമൽ ചെയ്യുന്ന കാന, സോറ, വല്ല, ബാത്ത, അദ്ഹ, അംസ, അസ്ബഹ, മാസാല, മാബരിഹ, ലൈസ ഈ തുടങ്ങിയ ഫെയിലുകളൊക്കെയാണ് ഈ കാനാവാഹ്വാത്ത് എന്ന് പറയാം. അപ്പൊ ഇതിനൊക്കെ ഇന്നയുടെ നേരെ ഓപ്പോസിറ്റ് ആയ ഏറാബ് ആയിരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ ഇന്നയുടെ ഇസ്മിന് നസ്ബും ഖബറിന് റഫും ആയിരുന്നല്ലോ. ഇവിടെ നേരെ ഓപ്പോസിറ്റ്. കാനയുടെ ശേഷമുള്ള പദത്തിന് റഫും അതിന്റെ ശേഷമുള്ള കാനയുടെ ഖബറിന് നസ്ബുമാണ് കിട്ടേണ്ടത്. അപ്പൊ ഉദാഹരണം നമ്മൾ നേരത്തെ പഠിച്ചത് ഇന്ന സൈദൻ കായിമുൻ എന്നാണ്. ഇന്ന സൈദൻ കായിമുൻ. അപ്പൊ കാനയാകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. ഇന്ന സൈദൻ കായിമുൻ ആയിരുന്നു. അപ്പൊ ഇവിടെ നേരെ കാന സൈദുൻ കായിമൻ. കാന സൈദുൻ കായിമൻ. അപ്പൊ ഇന്നയുടെ അമലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാനാവാഹ്വാത്തിന്റെ അമൽ. അപ്പൊ ഈ കാനാവാഹ്വാത്തിന്റെ കുറച്ച് ഫെയിലുകൾ കൂടി നമ്മൾ ഈ കണ്ടന്റിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം കണ്ടന്റ് വായിക്കാം. കാനത്ത് ഉസ്റത്തു ഹാമിദിൻ തഈഷു ഫി ഖറിയത്തിൻ. ഹാമിദ് എന്ന് പറയുന്ന ഒരാൾ, ഒരു കുട്ടി, ആ കുട്ടിയുടെ ഫാമിലി ആയിരുന്നു തഈഷു ജീവിതം കഴിച്ചു കൂട്ടുന്നവരായിരുന്നു ഫി ഖറിയത്തിൻ ഒരു ഗ്രാമത്തിൽ. ആശേശ്വറിന് ജീവിക്കാൻ അർത്ഥം. കാനത്തറായിരുന്നു അല്ലെ. ഉസ്റത്ത് എന്ന ഫാമിലി. അപ്പൊ ഇവിടെ നോക്കൂ, കാനത്ത്, ഉസ്റത്തു, കാനത്ത്. അവിടെ ഈ മുഅന്നസ് മുദക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പരിഗണിക്കണം. ഇവിടെ ഉസ്റത്ത് എന്നുള്ളത് ആ പദം കാനയുടെ ഇസ്മായ ഉസ്റത്ത് മുഅന്നസ് ആയതുകൊണ്ടാണ് അവിടെ കാനത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നേരെ മുദക്കറാണെന്നുണ്ടെങ്കിൽ കാന, കാന സൈദുൻ അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ ഇവിടെ വേറൊരു പോയിന്റ് കൂടി നോക്കേണ്ടത്, ഈ ഖബർ എപ്പോഴും ഇസ്മ ആയിക്കൊള്ളണമെന്നില്ല. ഇസ്മ അല്ലാത്ത അവസരം വരാം. ഇപ്പൊ ഇവിടെ നോക്കൂ, ഉസറത്ത് ആയിരുന്നു തഈഷു ഫീ ഖറിയത്തിൻ. അപ്പൊ ഈ തഈഷു ഫീ ഖറിയത്തിൻ എന്നുള്ളതാണ് അവിടെ ഖബർ. അപ്പൊ ഈ ഖബർ എപ്പോഴും എല്ലായ്പ്പോഴും ഇസ്മ ആയി വരണമെന്നില്ല. ഫെയിലായിട്ടും വരാൻ പറ്റും. ഇപ്പൊ ഫെയിലായി വരുമ്പോൾ ഇവിടെ നമ്മൾ ഇറാബ് പറയാ. ഇതിന്റെ നിയമം എന്താന്ന് വെച്ചാൽ ഈ തഈഷു ഫീ ഖറിയത്തിൻ എന്നുള്ള ആ ജുംല മൊത്തമായിട്ട് ഖബറിന്റെ സ്ഥാനത്താണ് നിൽക്കുക എന്നാണ് പറയാറുള്ളത്. അപ്പൊ എല്ലായിടത്തും ഖബർ എന്തായിക്കൊള്ളുന്നില്ല, ഈ ഇസ്മ ആയിക്കൊള്ളുന്നില്ല, ഫെയിൽ ആയിട്ട് വരാം. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്. അപ്പൊ ഹാമിദിന്റെ ഫാമിലി ഗ്രാമത്തിൽ ജീവിക്കുന്നവരായിരുന്നു. കാനലി ഹാമിദിൻ, ഹാമിദിന് ഉണ്ടായിരുന്നു സലാഹത്ത് ഔലാദിൻ, മൂന്ന് മക്കളുണ്ടായിരുന്നു. ഹാമിദ് എന്ന കുട്ടി, ഹാമിദ് എന്ന ഒരാളാണ്, അയാളുടെ ഫാമിലി, അയാൾക്ക് മൂന്ന് മക്കളുണ്ട്. ഇവിടെ നോക്കൂ, കാന, മുമ്പ് കാനത്ത് എന്ന് പറഞ്ഞത് ഉസ്റത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഇവിടെ കാന എന്നാണ് പറഞ്ഞത്. കാരണം ഹാമിദ് എന്നുള്ള ആള് മുദക്കർ ആയതുകൊണ്ട്. ഓക്കെ. കാന ഇസ്മു അക്ബരിഹിം, അവരിൽ ആ മക്കളിൽ വലിയവന്റെ പേരായിരുന്നു അബ്ദുള്ള എന്നായിരുന്നു. ഓക്കെ. കാന ഇസ്മു അബ്ദുള്ള, കാന ഇസ്മു അക്ബരിഹിം അബ്ദുള്ള. ശരിക്കും ഇവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറയേണ്ടത് കാന ഇസ്മു അക്ബരിഹിം, അവരിൽ വലിയവന്റെ പേരായിരുന്നു അബ്ദല്ല എന്നാണ് പറയുന്നത്. അബ്ദല്ല എന്നായിരുന്നു. കാരണം കാനയുടെ ഇസ്മിന് റഫും ഖബറിന് നസ്ബുമാണ് കിട്ടേണ്ടത് അല്ലെ. കാന ഇസ്മു അക്ബരിഹിം അബ്ദുള്ള എന്നാണ് കറക്റ്റ് ആൻസർ. കാന ഈ അബ്ദുല്ല എന്ന് പറഞ്ഞ ആൾക്ക് ഉണ്ടായിരുന്നു അമ്മുൻ, ഒരു എളാപ്പ ഉണ്ടായിരുന്നു. വഹാദല്ലമ്മു, ഈ എളാപ്പ കാന മുഅല്ലിഫൻ, അയാൾ ഒരു ജോലിക്കാരനായിരുന്നു. മുഅല്ലിഫൻ കബീറ ഫി മദീനത്തിൽ, വലിയ പട്ടണത്തിൽ ഒരു വലിയ ജോലിയിൽ, ഒരു വലിയൊരു ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു ഇയാളുടെ പിതൃ സഹോദരൻ. അമ്മ എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരനാണ് അമ്മ എന്ന് പറയാം. മുഅല്ലിഫ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആൾക്കാണ് പറയാം. മദീനത്ത് പറഞ്ഞാൽ പട്ടണം. ഇവിടെയൊക്കെ അതേ പദങ്ങൾ വന്നിട്ടുണ്ട്. കാനലി അബ്ദില്ല അമ്മുൻ, കാന അമ്മുൻ ലി അബ്ദില്ല എന്നാണ്. കാനയുടെ ഇസ്മാണ് അമ്മ്. ലി അബ്ദില്ല എന്നുള്ളത് ഖബറിന്റെ സ്ഥാനത്താണ്.
പിന്നെ കാന മോലിഫൻ, കാന അമ്മ ആയിരുന്നു, കാന അത് വേറൊരു പോയിന്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു പോയിന്റ് ആണ്, എല്ലായിടത്തും ഈ കാനയുടെ ഇസ്മു ലാഹിറായിട്ട് വരണമെന്നില്ല. മുമ്പ് അതിനെക്കുറിച്ച് സൂചനകൾ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാന എന്ന് പറയുന്ന പദത്തിന്റെ ഉള്ളിൽ ഒരു പ്രൊണൗൺ ഉണ്ട്, പ്രൊണൗണുകൾ ചിലപ്പോൾ എന്തായി മാറാം, ഇസ്മായി മാറും. അപ്പൊ ഇവിടെ നോക്കൂ, കാന മുഅല്ലിഫൻ, ആ എളാപ്പയായിരുന്നു, മുഅല്ലിഫൻ ജോലിക്കാരനായിരുന്നു. ഇവിടെ മുഅല്ലിഫ് എന്നുള്ളത് കാനയുടെ ഖബറാണ്. കാനയുടെ ഇസ്മ്, കാന എന്ന പദത്തിന്റെ ഉള്ളിൽ ഒരു മുസ്തത്തിറായ ലമീർ ഉണ്ട്, ആ ലമീറാണ് കാനയുടെ ഇസ്മ. അപ്പൊ അങ്ങനെയും വരാൻ പറ്റും. അപ്പൊ ഒരുപാട് അവസ്ഥയിൽ ഇത് വരാൻ പറ്റും. അപ്പൊ ഇവിടെ തന്നെ ഈ രണ്ട് വരിയിൽ തന്നെ നമ്മൾ പല രീതിയിലുള്ള ഖബർ ഫെയിലായി വന്നത് പറഞ്ഞു, ലാഹിറായ രീതിയിൽ ഇസ്മ വരാത്തത് പറഞ്ഞു, ഇസ്മ ശേഷവും ഖബർ മുമ്പും വന്നതിന്റെ ഉദാഹരണം പറഞ്ഞു, ഇനി ഇസ്മ ലാഹിറായ പദത്തിൽ ഇല്ലാത്തത് വന്നു. അപ്പൊ അങ്ങനെ പല രീതിയിലും ഈ കാനയുടെ ഇസ്മ ഖബർ എന്ന നിലയിൽ പേരുകൾ മാറി മാറി വരാറുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞ് കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ഹാമിദ് എന്ന് പറയുന്ന ഒരാളുടെ, അയാൾക്ക് 3 മക്കളുണ്ട്. മൂത്ത മകന്റെ പേര് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ, ഈ അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു അമ്മ ഉണ്ട്, പിതൃ സഹോദരനുണ്ട്. അയാൾ വലിയ പട്ടണത്തിലെ ഒരു ജോലിക്കാരനാണ്. അങ്ങനെ അറാദ അബ്ദുള്ള എന്ന് പറഞ്ഞ ആൾ ഉദ്ദേശിച്ചു, മറത്തൻ ഒരിക്കൽ, യസൂറ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാദിഹിൽ മദീന ഈ പട്ടണത്തിൽ, ബി അമ്മിഹി തന്റെ എളാപ്പയെ പിതൃ സഹോദരനെ ഒന്ന് കണ്ടുമുട്ടാനും അതുപോലെ ആ പട്ടണം ഒന്ന് വിസിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. ഫദഹബ, അങ്ങനെ ആ അബ്ദുള്ള പോയി, ഇലാ മഹത്തുൽ കിത്താരി, മഹത്തുൽ ഖത്താർ എന്ന റെയിൽവേ സ്റ്റേഷൻ. വഷ്തറ, അവന് വാങ്ങി തദിക്കർ ടിക്കറ്റ്, തദിക്കർ എന്ന് പറഞ്ഞ ടിക്കറ്റ് ആണ്. മഹത്തത്തുൽ ഖത്താർ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തു. സുമ്മ റക്കീബൽ കിത്താർ, അങ്ങനെ അവൻ ട്രെയിൻ കയറി. വക്കാൽ കിത്താറോ സെറിയൻ, ട്രെയിൻ വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഇവിടെ നോക്കുക, ഇത് നേരെ ഡയറക്റ്റ് സിമ്പിളായ അല്ലെങ്കിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു കാനാവാഹ്വാത്തിന്റെ ഉദാഹരണമാണ്. വക്കാനൽ കിത്താറോ, ട്രെയിൻ ആയിരുന്നു, സെരിയൻ വളരെ വേഗതയുള്ളതായിരുന്നു. കാനയുടെ ശേഷമുള്ള പദം ഇസ്മിന് റഫ് കിട്ടി, കാനൽ കിത്താറോ എന്ന് പറഞ്ഞു. അതിന്റെ ശേഷമുള്ള പദം കാനയുടെ ഖബറിന് കൊടുക്കേണ്ടത് നെസ്ബാണ്. ഇവിടെ നോക്കൂ, കാനൽ കിത്താറു സെരിയാൻ, വളരെ അക്യുറേറ്റ് ആയിട്ട് എപ്പോഴും വരാറുള്ള ഒരു മെത്തേഡ് ഇങ്ങനെയാണ്, കാനൽ കിത്താറു സെരിയാൻ. കാനയുടെ ശേഷമുള്ള പദത്തിന് റഫ്, അതിന്റെ ശേഷമുള്ള പദത്തിന് നസ്ബ്. ഇതാണ് ഇതിന്റെ ഒറിജിനൽ നിയമം. അപ്പോ ബാത്ത അബ്ദുള്ള ഫിൽ ഖത്താരി, അങ്ങനെ അബ്ദുള്ള ആയി, ഫിൽ ഖത്താരി ട്രെയിനിൽ നായിമിൻ ഉറങ്ങുന്നവനായി. ഇവിടെ നോക്കൂ, ബാത്ത കാനാഹ്വാത്തിൽപ്പെട്ട മറ്റൊരു അദാത്താണ്, മറ്റൊരു കാനാഹ്വാത്തിനെ പോലെ തന്നെ അമല് ചെയ്യുന്ന ഒരു ഫെയിലാണ് ബാത്തയും. ഇവിടെ ബാത്തയുടെ ഇസ്മ് അബ്ദുള്ള, റഫ് കിട്ടി. ആ ബാത്തയ്ക്ക് ശേഷം വരുന്നത് കാനയ്ക്ക് ശേഷം വരുന്നത് പോലെ തന്നെയാണ്. ബാത്തയ്ക്ക് ശേഷം വന്നതിന് നമ്മൾ കിതാറോന് റഫ് കൊടുത്തതുപോലെ തന്നെ ഇവിടെ അബ്ദുള്ള എന്ന പദത്തിനും റഫ് കൊടുത്തു. പിന്നെ നായിമൻ എന്നാണ് ഇവിടെ ഖബർ. അപ്പൊ അവിടെ സെരിഅൻ എന്ന പദത്തിന് നമ്മൾ ഖബറായിട്ട് നസ്ബ് കൊടുത്തില്ലേ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ബാത്തന്റെ ഖബറായ നായിമൻ എന്ന പദത്തിന് നമ്മൾ ഇവിടെ നസ്ബ് കൊടുത്തു. ഓക്കെ. അസ്ബഹ, അസ്ബഹ എന്നുള്ള മറ്റൊരു ഈ ഇതിന്റെ കാനാഹ്വാത്തിന്റെ മറ്റൊരു പദമാണ്, ഫെയിലാണ് അസ്ബഹ. അസ്ബഹ അബ്ദുള്ള ഫിൽ മദീനത്തി, അതാണ് അബ്ദുള്ള സുബഹി സമയത്ത്, പ്രഭാത സമയത്ത് അബ്ദുള്ള മദീനയിലെ സിറ്റിയിൽ എത്തിച്ചേർന്നു. അവിടെ അബ്ദുള്ള അസ്ബഹയുടെ ഇസ്മാണ് അബ്ദുള്ള. പിന്നെ ഫിൽ മദീനത്തി എന്നുള്ളത് അത് ഖബറിന്റെ സ്ഥലത്താണ്. അങ്ങനെ ഡയറക്റ്റ് ഖബർ അല്ലാതെ ഖബറിന്റെ മഹലിലായിട്ട് വരുന്ന ഘട്ടങ്ങളുണ്ട്. അങ്ങനെ അദ്ദേഹം എടുത്തു, സയ്യാറ ടാക്സി എടുത്തു, സാധാരണ വാഹനം എടുത്തു, അല്ല ഉജ്രത്തിന് പണം കൊടുത്തിട്ട്, അത് നമ്മൾ ടാക്സി എന്നാണ് പറയാം. സയ്യാറത്ത് നല്ല ഉജ്രത്തിന് ടാക്സി കാർ, സയ്യാറ അല്ല ഉജ്ര ടാക്സി കാർ. അപ്പൊ ബൈനമാക്കാനഫി തുനിക്ക്, അങ്ങനെ അദ്ദേഹം വഴിയിലായിരിക്കെ, ഇലാ മൻസിലി അമ്മി തന്റെ പിതൃ സഹോദരന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച്, ഷാഹദ കണ്ടു, നിലാമൻ ഒരുപാട് സിസ്റ്റം, ഫി ഹർക്കത്തി സയ്യാറാത്തി ഈ വാഹനങ്ങളുടെ മൂവ്മെന്റിൽ ഒരുപാട് സിസ്റ്റങ്ങൾ കണ്ടു. വൽ ബാസ്വാത്തി ബസ്സുകളില്, ദർറാജാത്തിനാരിയ മോട്ടോർ സൈക്കിളുകളില്. ദാലിക്ക ആ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്, ബി ഫദ്ലി ഇഷാറാത്തിൽ മുറൂറി, ട്രാഫിക് സിഗ്നൽ ഉണ്ടായത് കൊണ്ടാണ് ആ സിസ്റ്റം ഒക്കെ രൂപപ്പെട്ടത്. ഇപ്പൊ ഷാഹദ നമ്മൾ കണ്ടു, വാച്ച് ചെയ്യാനാണ് ഷാഹദ എന്ന് പറയാം. സയ്യാറത്ത്, ഹറക്കത്ത് എന്ന മൂവ്മെന്റ്, ആ സയ്യാറത്ത് എന്ന വെഹിക്കിൾസ്, സയ്യാറത്ത് കാർ എന്ന അർത്ഥത്തിലും സയ്യാറത്ത് ഉപയോഗിക്കാറുണ്ട്. ബസ്സിന്റെ ജമ്മാണ് ബാസ്വാത്ത്, ബാസ്വാത്ത് എന്ന ബസ്സുകൾ. ദർറാജ സൈക്കിൾ, ദർറാജത്തുന്നാരിയ മോട്ടോർ സൈക്കിൾ, ദർറാജ അന്നാരിയ മോട്ടോർ സൈക്കിൾ. ഇഷാറത്തുൽ മുറൂർ ട്രാഫിക് സിഗ്നൽ. ഇവിടെ ഓക്കെ. ഒഫി അഫ്നായി ഇടയിൽ,
ഇഖാമത്തിഹി ഫിൽ മദീനത്തി, താൻ സിറ്റിയിൽ താമസിക്കുന്നതിനിടയിൽ, ഫി അസ്നാ എന്ന് പറഞ്ഞാൽ മീൻ വൈൽ അല്ലെങ്കിൽ മിഡസ്റ്റ്, ഇടയിൽ നിന്നാണ്. വൈൽ എന്നൊക്കെ വൈൽ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഒരു സംഗതി നടക്കുന്നതിനിടയിൽ. അങ്ങനെ ഫി അസ്നാഹി ആണ് അറബിയിൽ അതിന് പ്രയോഗിക്കാറുള്ള പ്രയോഗം. അങ്ങനെ അദ്ദേഹം സിറ്റിയിൽ താമസിക്കുന്ന സമയത്ത് ആലിമ മനസ്സിലാക്കി, അബ്ദുള്ള, അന്നലിൽ ഇഷാറാത്തിൽ മുറൂറി, ഈ ട്രാഫിക് സിഗ്നലിലുണ്ട്, അൻവാ അൻ അതീത, വ്യത്യസ്തമായ ടൈപ്പുകളുണ്ട്, ഇനങ്ങളുണ്ട്. അതീതാണെങ്കിലും വ്യത്യസ്തമായ, വിഭിന്നമായ. അൻവാ എന്ന് പറഞ്ഞാൽ ടൈപ്സ്, ഇനങ്ങൾ. അപ്പം പിന്നെ ആ ടൈപ്സിൽ പെട്ടതാണ് ഇഷാറാത്തും ഈ ലൈറ്റ് കാണിച്ചുകൊണ്ട് കൊടുക്കുന്ന സിഗ്നലുകളുണ്ട്. ഇപ്പൊ ഇഷാറത്തിന് അറിയില്ല, ഭൂമിയിൽ ഇങ്ങനെ വരച്ചിട്ടുള്ള പല സിഗ്നലുകളുണ്ട്. ഇപ്പൊ ഇഷാറാത്തുൻ അൽ അൽവാഹി എന്ന് പറഞ്ഞ ബോർഡുകളിൽ എഴുതപ്പെട്ട സിഗ്നലുകളുണ്ട്. അൽവാഹ്, ലൗഹിന്റെ ജമ്മാണ് അൽവാഹ്. അലിമ അബ്ദുള്ള വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി, അയൽൻ അന്ന ഇഷാറത്ത് ഈ ലൈറ്റ് കാണിച്ചുകൊണ്ടുള്ള സിഗ്നലുകള്, ഇതാ കാലത്ത് ഹലറ, അത് പച്ചയാണെന്നുണ്ടെങ്കിൽ, ഫഹിയ തർമുസ്, അത് സൂചിപ്പിക്കുന്നത് ഇല അന്ന ത്വരീക മഫ്തൂഹുൽ സൈരി, ഈ വഴി നടക്കാൻ അല്ലെങ്കിൽ വഴിയിലൂടെ സഞ്ചാരയോഗ്യമാണെന്നാണ്. മഫ്തൂഹ് എന്ന് പറഞ്ഞാൽ തുറന്നു വെക്കപ്പെട്ടതാണ്, സൈരി നടക്കാൻ വേണ്ടിയിട്ട്, സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, അതായത് സഞ്ചാരയോഗ്യമാണ് എന്നാണ്. ഹലറ ആണെങ്കിൽ അതിന്റെ ആശയം, ഹലറ എന്നുള്ള പച്ചയാണ്. തർമുസ് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഇതാ കാനത്ത് ഹലറ, ഇതാ കാനത്ത്, ആ ഇഷാറത്തായാൽ, ഹലറ ആയാൽ, കാനത്ത്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിയമമാണ്. കാനയുടെ ഇസ്മ എപ്പോഴും എന്താകണമെന്നില്ല, ഒരു ലാഹിറായ പദമാകണമെന്നില്ല, ലമീറായിട്ടും വരാം. അപ്പൊ ഇവിടെ ഇതാ കാനത്ത് എന്ന് പറഞ്ഞാൽ ആ ഇഷാറത്തായാൽ എന്നാണ്. അപ്പൊ ഇഷാറത്ത് എന്ന് പറഞ്ഞ പദം ആ കാനത്ത് എന്ന് പറഞ്ഞ താഴിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഇസ്മ. അപ്പൊ ഇസ്മ പുറത്ത് വെളിവാകണമെന്നില്ല, പക്ഷേ അതിന് ശേഷം ഖബർ ലാഹിറായി വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഖബറിന്റെ നിയമം കൊടുക്കണം. ഇവിടെ ഇവിടെ ലാഹിറായ രീതിയിൽ ഇസ്മ ഇല്ല എന്നുണ്ടെങ്കിൽ ഹലറാന്റെ ആ നിയമം കൊടുക്കാൻ പറ്റില്ല. ഹലറായുടെ ശരിക്ക് ഖബറാണല്ലോ, ഖബറിന്റെ ഇറാബ് നസ്ബാണ്. ഹലറ നസ്ബ് കൊടുത്തിട്ടുണ്ട്. ഇസ്മ ചിലപ്പോൾ വരാം, ചില സമയത്ത് വരാതിരിക്കാം, അധികം ഉണ്ടാവാറാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ലമീറുകൾ അതിന്റെ കൂടെ വരാറുണ്ട്. ഇവിടെ ലമീറാണ് ഇവിടെ ഇസ്മായി വന്നിട്ടുള്ളത്. ഖബർ ഹലറ എന്നുള്ളതാണ്. ഹലറ എന്നുള്ളതിന് നസ്ബ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതാക്കാണ് ഹാലോ, ഈ ലൈറ്റ് ആണെങ്കിൽ അഹ്മറ, ചുവപ്പ് കളറാണെന്നുണ്ടെങ്കിൽ, യജിബു അല സായിക്കിൽ അറബാത്തി, വാഹനം ഓടിക്കുന്ന ഡ്രൈവറിന്റെ മേൽ നിർബന്ധമാണ് അൽ വുഖൂഫ്, സ്റ്റോപ്പ് ആക്കൽ. വുഖൂഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആണ്, അറബാത്ത് എന്ന് പറഞ്ഞ വെഹിക്കിൾ ആണ്. കടലി അന്ന ഹാലോ, ഈ ലൈറ്റ്, ചുവപ്പ് ലൈറ്റ് എന്നുള്ളത് അലാമാതുൽ ഖദ്രി, അതൊരു ഡേഞ്ചർ സിഗ്നൽ ആണ്. ചുവപ്പ് കണ്ടാൽ നിർത്തണം വണ്ടി. വലാക്കിൻ ഇതാ കാരണത്ത് ഇഷാറത്തുള്ളി, ഇനി ആ ലൈറ്റ് ആണെങ്കിൽ സൊഫറ, മഞ്ഞ കളർ ആണെന്നുണ്ടെങ്കിൽ, വഹിയ തർമുസ്, അത് സൂചിപ്പിക്കുന്നു ഇല തവഖുഫി, സ്റ്റോപ്പ് ചെയ്യണം, വലന്തല്ലാരി, പ്രതീക്ഷിക്കണം. കാരണം അതിന് ശേഷം ചുവപ്പിന് ശേഷം മഞ്ഞ കത്തിയാൽ പച്ച വരാൻ പോകുന്നുണ്ട്. അവിടെ പച്ചക്ക് പ്രതീക്ഷിക്കുകയാണ്. ഇനി പച്ചക്ക് ശേഷം മഞ്ഞ കത്തിയാൽ അവിടെ ചുവപ്പാണ്, അവിടെ ഇന്തിലാർ ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഇന്തിലാറിന്റെ പ്രതീക്ഷാ സൂചകമായ ഒരു കളറാണ് സൊഫ്ര, മഞ്ഞ എന്നുള്ളത്. അപ്പോൾ കളറുകളെ പേര് പരിചയപ്പെട്ടു. ഹലറ പച്ചയാണ്, അഹ്മർ ചുവപ്പാണ്, സൊഹ്റ മഞ്ഞയാണ്. വഖൂഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, ഇന്തിലാർ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, അലാമത്ത് പറഞ്ഞാൽ സിഗ്നലാണ്, തർമുസ് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നു, സായിക്കിൽ അറബാത്ത് പറഞ്ഞാൽ വെഹിക്കിൾ ഡ്രൈവേഴ്സ് ആണ്, സായിക്ക് ഡ്രൈവർ, സായിക്ക്. ക്ലിയർ ആയല്ലോ. ഇനി അമ്മൽ ഇഷാറാത്തുൽ അർദ്, ഇനി ഭൂമിയിൽ വരച്ച ഒരുപാട് സിഗ്നലുകൾ ഉണ്ട്. വയ്യ അതീത, അത് ഒരുപാട് ഇനങ്ങളുണ്ട്. അപ്പൊ പിന്നെ അതിൽപ്പെട്ടതാണ് അൽ ഖുത്തൂത്തുൽ മുത്തഖത്തിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സീബ്ര ലൈൻ ആണ്. അൽ ഖുത്തൂത്തുൽ മുത്തഖത്തിയ, സീബ്ര ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് കട്ട് ചെയ്ത ലൈനുകള്. വഹിയ തുഷീർ, അത് സൂചിപ്പിക്കുന്നത് ഇലാ സമാഹി, അനുമതിയുണ്ട് എന്നാണ്. മുഷാത്തി, റോഡ് മുറിച്ച് കടക്കാൻ, ലിൽ മുഷാത്തി കാൽനടക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള അനുമതി സൂചിപ്പിക്കുന്ന ഒരു സൂചകമാണ് സീബ്ര ലൈന്. വൽ അസ്ഹുമുൽ അർദിയ, പിന്നെ ചില സ്ഥലത്ത് ഈ അമ്പകൾ ഉണ്ടാവും, ആരോകൾ ഉണ്ടാവും. അസ്ഹും എന്ന് പറഞ്ഞാൽ ആരോസിനാണ് പറയാ. അത് തുർഷിദ്, അത് അടയാളപ്പെടുത്തുന്നത് ഇല സൈരി ഫി ഇത്തിജായി സഹമി, ഈ അമ്പ കാണുന്ന, ആരോ കാണുന്ന അതേ സൈഡിലേക്ക്, അതേ ഡയറക്ഷനിലേക്ക്, ഇത്തിജാ എന്ന് പറഞ്ഞ ഡയറക്ഷൻ ആണ്, അവിടേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്നാണ് അതിന്റെ ആശയം. അസം എന്ന് പറഞ്ഞാല് ഈ ആരോ, മുഷാത്ത് കാൽനട യാത്രക്കാർ, ഷാരി റോഡ്, ഇജ്തിയാസ് പറഞ്ഞാല് റോഡ് മുറിച്ച് കടക്കുക, ഖുതൂത്തുൽ മുത്തഖത്തിയ സീബ്ര ലൈൻ, ഇത്തിജാഹ് ഡയറക്ഷൻ. ഓക്കെ, ഒക്കെ നാലേക്ക്. അതുപോലെ തന്നെ സുവറു റുമൂസ്, ഒരുപാട് ചിത്രങ്ങളുണ്ട്, ഒരുപാട് സിമ്പലുകൾ ഉണ്ട്. അല്ല ലൗഹാത്തി, ബോർഡുകളിൽ എഴുതപ്പെട്ട സിമ്പലുകൾ ഉണ്ട്.
തുസായിദു സായിക്കിന് അതൊക്കെ ഡ്രൈവേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. വൽ മാരിന നടന്നു പോകുന്ന യാത്രക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു. ഫി തൻലീമി ഹറക്കത്തിൽ മുറൂറി ഈ ട്രാഫിക് സിഗ്നലുകളെ സിസ്റ്റം ആക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരുപാട് വാക്കുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ വാക്കുകളേക്കാൾ അപ്പുറത്ത് നമ്മൾ പരിചയപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ് കാനാവാഹ്വാത്ത് വന്നാലുള്ള നിയമം എന്താണെന്നാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കുക. കാനാഹ്വാത്ത് വന്നാൽ കാനക്ക് ശേഷമുള്ള പദത്തിന് റഫ് കൊടുക്കണം. അതിന്റെ ശേഷമുള്ള പദത്തിന് നമ്മൾ കാനയുടെ ഖബർ എന്താണ് പറയാ, കാനയുടെ ഖബറിന് നെസ്ബും കൊടുക്കണം. ഇങ്ങനെയാണ് പൊതുവേ ഉള്ള നിയമം. എന്നാൽ പല ഘട്ടങ്ങളിലും കാനയുടെ ഇസ്മ ലാഹിറായി വരാതിരിക്കാം. അപ്പൊ അവിടെ അതിന്റെ മഹലിൽ നമ്മൾ ഇറാബ് കൊടുക്കും. അതിന്റെ ശേഷം വരുന്നത് ഖബർ ആയിരിക്കും. ഈ പല ഘട്ടങ്ങളിലും ഖബർ ഇസ്മ അല്ലാതെ ആയി വരാം, എന്ന് വെച്ചാൽ ഫെയിലിയായ ജുംലയാക്കി വരാം. അപ്പോഴും അവിടെ ലാഹിറായ നിലയിൽ നെസ്ബ് ഉണ്ടാകില്ല, മറിച്ച് അതിന്റെ മഹലിൽ നമ്മൾ നെസ്ബ് ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ വരാറുണ്ട്. പൊതുവിൽ മനസ്സിലാക്കേണ്ട നിയമം ഇത്ര മാത്രമേ ഉള്ളൂ. കാന വന്നാൽ ശേഷമുള്ള പദത്തിന് റഫ് കൊടുക്കുന്നു, അതിന്റെ ശേഷമുള്ള പദത്തിന് നെസ്ബ് കൊടുക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതിൽ കുറച്ച് ഇതിന്റെ ആക്ടിവിറ്റീസുകളുണ്ട്. ആദ്യം ഇതിലെ പ്രയാസകരമായ വാക്കുകളുടെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. ഉസ്രത്ത് എന്ന് പറഞ്ഞാല് ഫാമിലി എന്നാണ് അർത്ഥം. ഉസ്രത്തിന്റെ ജമ്മാണ് ഉസർ, ഫാമിലീസ്. മുവല്ലിഫ് എന്ന് പറഞ്ഞാല് ജോലി ചെയ്യുന്ന ആള്, അതിന്റെ ജമ്മാണ് മുവല്ലിഫുൻ എന്നുള്ളത്. മഹത്തുൽ ഖത്താർ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ. ആ തദ്ക്കിറത്ത് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ആണ്. തദ്ക്കിറത്തിന്റെ ജമ്മാണ് തദാക്കിർ. സയ്യാറത്ത് പറഞ്ഞാല് കാർ എന്നർത്ഥമുണ്ട്, വെഹിക്കിൾ എന്ന് അർത്ഥമുണ്ട്. അതിന്റെ ജമ്മാണ് സയ്യാറാത്ത്. അറബത്ത് എന്ന് പറഞ്ഞാല് വെഹിക്കിൾ എന്ന് അർത്ഥമുള്ളൂ. അറബത്തിന്റെ ജമ്മാണ് അറബാത്ത്. അറബത്തും ചില സമയത്ത് കാറിന് വേണ്ടി മാത്രം ഉപയോഗിക്കാറുണ്ട്. പിന്നെ അദ്ദറാജത്തുൻ നാരിയ എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ ആണ്. അതിന്റെ ജമ്മാണ് അദ്ദറാജാത്തുൻ നാരിയ എന്നുള്ളത്. ഖളറ എന്ന് പറഞ്ഞാൽ പച്ച കളറാണ്. അലൽ അൽവാഹി എന്ന് പറഞ്ഞാല് ബോർഡ്. ലൗഹിന്റെ ജമ്മാണ് ബോർഡ്. ലൗഹിന്റെ ജമ്മാണ് അൽവാഹ്. ലൗഹ് ബോർഡ്, അൽവാഹ് ബോർഡുകൾ. സൊഫ്ര എന്ന് പറഞ്ഞാല് മഞ്ഞ കളർ. മുഷാത്ത് പറഞ്ഞാൽ കാൽനട യാത്രക്കാർ. അസ്ഹൂം എന്ന് പറഞ്ഞാൽ ആരോ. ഇജ്തിയാസ് പറഞ്ഞാല് മുറിച്ച് കടക്കലാണ്. അപ്പൊ ഇതിൽ പറഞ്ഞ പോയിന്റ് അഫ്ആലു നാഖിസ്. അഫ്ആലു നാഖിസ് പറഞ്ഞാൽ കാനയുടെ ഈ കാനയെ പോലെ അമല് ചെയ്യുന്ന ഫീലുകൾക്കാണ് അഫ്ആലു നാഖിസ എന്ന് പറയാം. ഈ അഫ്ആലു നാഖിസ എന്നുള്ള പറയാൻ കാരണം രണ്ട് രീതിയിലുള്ള പദങ്ങളാണുള്ളത്, ഫെയിലുകളാണുള്ളത്. ഒന്ന് അഫ്ആലു താമ ഉണ്ടാകും, അഫ്ആലു നാഖിസ ഉണ്ടാകും. അഫ്ആലു താമ എന്ന് പറഞ്ഞാൽ ഈ നാഖിസ പല രീതിയിലും പല നാഖിസയായ ഫെയിലുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഇവിടെ പറയുന്ന നാഖിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് താം എന്ന പദം കൊണ്ട് ഇപ്പൊ സാധാരണ ഒരു ഫെയിൽ വന്നാൽ, ഇപ്പൊ നസറ വന്നാൽ അതിന് ശേഷം എന്താണ് ഉണ്ടാവാറുള്ളത്? നസറ സെയ്ദുൻ അംബ്രൻ. സെയ്ദ് എന്ന് പറയുന്ന ആള് സഹായിച്ചു, അംബ്രൻ അംബ്ര എന്ന് പറയുന്ന വ്യക്തിയെ. ഒരു ഫെയിലിന് ശേഷം പൊതുവെ വന്നത് ഫായിലാണ്, അതിന്റെ ശേഷമാണ് മഫ്ഊൽ വന്നത്. അതാണ് ശരിയായ നോർമൽ ഒരു ഫെയിലിന്റെ സ്ട്രക്ചർ. ആദ്യം ഈ ഫെയിൽ വരുന്നു, പിന്നെ ഫായിൽ വരുന്നു, പിന്നെ അതിന്റെ മഫ്ഊൽ വരുന്നു. അപ്പൊ അത്തരം പദങ്ങൾക്ക് നമ്മൾ അഫ്ആലു താമ എന്ന് പറയുന്നു. ഇനി അതല്ലാതെ ഇതും ഫെയിൽ തന്നെയാണ്, മാദിയായ ഫെയിൽ തന്നെയാണ്. പക്ഷെ ഈ ഫെയിൽ മാദി തന്നെ ആണെങ്കിലും മുതാരിയൊക്കെ ആവാം. ഈ ഫെയിലിന്റെ ശേഷം ഫായിൽ അല്ല വരിക, അതിന്റെ ശേഷം മഫ്ഊൽ അല്ല വരിക. അപ്പൊ ആ ഒരു പൊതുവെ അറബിയിൽ ഉപയോഗിക്കുന്ന ആ സ്ട്രക്ചറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇതിന് ശേഷം വരുന്ന, ഇതൊരു ഫെയിലാണ്, ഈ ഫെയിലിന് ശേഷം വരുന്ന പദത്തിന് നമ്മൾ ഇസ്മ എന്നാണ് വിളിക്കുക. അതിനുശേഷം വന്ന പദത്തിന് ഖബർ എന്നാണ് വിളിക്കുക. അപ്പൊ സാധാരണ ഒരു ഫെയിൽ, അതിന്റെ ശേഷം ഫായില്, ദെൻ മഫ്ഊല്. ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഫെയില്, ദെൻ ആ ഫെയിലിന്റെ ഇസ്മ, ദെൻ ആ ഫെയിലിന്റെ ഖബർ. ആ ഒരു രീതിയിൽ വരുന്ന ഫെയിലുകൾക്കാണ്, അല്ലെങ്കിൽ ആ ഒരു അത്തരം രീതികൾ ഉപയോഗിക്കുന്ന ഫെയിലുകൾക്കാണ് അഫ്ആലു നാഖിസ എന്ന് പറയാം. എന്ന് വെച്ചാൽ കാനാവാഫത്തുകൾക്കാണ് അഫ്ആലു നാഖിസ എന്ന് പറയാം. കാന, സോറ, അംസ, അൽഹ, ദല്ല, ബാത്ത, മാസ, ലൈസ, അസ്ബഹ തുടങ്ങിയ പദങ്ങളാണ് ഇവിടെ ഈ അഫ്ആലു നാഖിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഫ്ആലു നാഖിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം തന്നെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അൽ കഹ്റുബ, അവസാനത്തിൽ നിന്ന് മൂന്നാമത്തെ വരി നോക്കുക. അൽ കഹ്റുബാവ് മൗജൂദത്തുൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അൽ കഹ്റുബാവ് മുബ്തദയാണ്, മൗജൂദത്തുൻ ഖബറാണ്. അപ്പൊ ഈ മുബ്തദ ഖബർ എന്ന് പറയുന്ന ഈ ജുംലന്റെ കൂടെ കാനെ ആഡ് ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? കാനത്തിൽ കഹ്റുബാഉ മൗജൂദത്തൻ. ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബുമായി മാറുന്നു. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഫീലുകൾക്കാണ് നാഖിസ് എന്ന് പറയാം. അതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ ചാപ്റ്ററിലുള്ള. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഐന കാന അമ്മു അബ്ദുല്ല മുഅല്ലിഫൻ. എവിടെയാണ് അബ്ദുല്ലാന്റെ അമ്മ ജോലി ചെയ്തിരുന്നത്? ഈ മദീനത്തിൻ കബീറത്തിൻ, വലിയൊരു പട്ടണത്തിലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അതിന്റെ ആൻസർ ഫി മദീനത്തിൻ. അമ്മു കാന അമ്മു അബ്ദുല്ല മുഅല്ലിഫൻ ഫി മദീനത്തിൻ കബീറത്തിൻ.
നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് ആ ചോദ്യം കൂടി കൂട്ടിയിട്ട് ആൻസർ എഴുതുക. പിന്നെ മാതഷ്തറ അബ്ദുള്ള ഫി മഹാത്തത്തിൽ ഖിത്താരി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അബ്ദുള്ള എന്താണ് വാങ്ങിയത്? അപ്പൊ ഇഷ്തറ അബ്ദുള്ള ഫി മഹാത്തത്തിൽ ഖിത്താരി അത്തദ്കിറ, ടിക്കറ്റ് ആണ് വാങ്ങിയത്. ഇല അയ്യ ഷൈഇൻ തർമുസു ഇഷാറാത്തുല്ലോ ഇൽ അഹ്മരി, റെഡ് സിഗ്നൽ എന്താണ് അത് സൂചന നൽകുന്നത്? റെഡ് സിഗ്നൽ കണ്ടാൽ തർമുസു ഇഷാറത്തുല്ലോ ഇൽ അഹ്മരി അൽ വുഖൂഫ്, അൽ വുഖൂഫ് ആണ്, സ്റ്റോപ്പ് ആകണം എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇല അയ്യ ഷൈഇൻ തുഷീറു അൽ ഖുതൂത്തുൽ മുതഖത്തിയ, സീബ്ര ലൈനിന്റെ ആശയം എന്താണ്? സീബ്ര ലൈനിന്റെ ആശയം കാൽനട യാത്രക്കാർക്ക് അൽ മുഷാത്തിന് അവിടെ കാൽനട പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇജാസത്തുൽ മുറൂർ ലിൽ മുഷാത്ത്. പിന്നെ അടുത്ത അല ഐ ഷൈൻ തുസായിദു സുവറുൽ ലൗഹാത്തി, നെയിം ബോർഡുകളുള്ള ചിത്രങ്ങളൊക്കെ ഏത് കാര്യത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതിൽ ആളുകൾക്ക് മനസ്സിലാക്കാനും വഴിയൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ള എളുപ്പ വഴിയാണ് ഈ ലൗഹാത്തുകളിൽ ഉണ്ടാകുന്നത്. പിന്നെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഖാലിദ് ജഗോങ്കോ പുർക്കരെ അൽ അമ്മു കാന ഫി മദീനത്തിൻ കബീറത്തിൻ, വലിയ പട്ടണത്തിൽ അമ്മ എന്തായിരുന്നു? കാന ഹാരിസൻ, സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആളായിരുന്നു. കാന മുഅല്ലിഫൻ, ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. കാന സായകൻ, ഡ്രൈവർ ആയിരുന്നു. ഇവിടെ ശരിക്ക് അൽ അമ്മു കാന മുഅല്ലിഫൻ, ഇറാബിയ നോക്കുകയാണെങ്കിൽ എല്ലാം ശരിയാണ്. കാന അതിന്റെ ശേഷം കാന അമ്മ ആയിരുന്നു, അതിന്റെ ഖബറാണ് വരാൻ പോകേണ്ടത്. അപ്പൊ അവിടെ നസ്ബ് കൊടുക്കണം. അപ്പൊ അവിടെ ഹാരിസ് എന്ന് പറഞ്ഞാലും മുഅല്ലിഫ് എന്ന് പറഞ്ഞാലും സായിഖ് എന്ന് പറഞ്ഞാലും ഒക്കെ ശരിയാകും. പക്ഷെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ബന്ധപ്പെട്ട് ഈ അമ്മിന്റെ ജോലി ശരിക്ക് അമ്മിന്റെ വർക്ക് മുഅല്ലിഫൻ എന്ന നിലക്കാണ് ഉപയോഗിച്ചത് കൊണ്ട് ഇവിടെ ശരിക്കും കറക്റ്റായ ആൻസർ മുഅല്ലിഫൻ എന്നാണ്. പിന്നെ റക്കീബ് അബ്ദുള്ള കയറിയത് എന്താണ്? ബാസ് ആണോ, ജമൽ ഒട്ടക്കപ്പുറത്താണോ, അൽ ഖിത്താറ ട്രെയിൻ ആണോ? റക്കീബ് അബ്ദുള്ള അൽ ഖിത്താറാണ്. കാൻ അബ്ദുള്ള ഫി ത്വരീഖി ഇലാ മക്തബി അമ്മി, തന്റെ വഴിയില് എങ്ങോട്ടുള്ള വഴിയിലായിരുന്നു എന്നാണ്. ഇലാ മക്തബി അമ്മി, തന്റെ പിതാവിന്റെ പിതൃ സഹോദരന്റെ ഓഫീസിലേക്കുള്ള വഴിയിലായിരുന്നു. മൻസിലി, വീട്ടിലേക്കുള്ള വഴിയായിരുന്നു. ഹക്കില്, വയലിലേക്കുള്ള വഴിയിലായിരുന്നു. പിതൃ സഹോദരന്റെ വീട്ടിലേക്കായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ ഇലാ മൻസിലി അമ്മിഹി എന്നാണ് പറയേണ്ടത്. പിന്നെ അള്ളാഹുൽ അഹ്മർ, റെഡ് സിഗ്നൽ അലാമത്തുൽ ഖത്തരി എന്നാണോ, ദലാലത്തുൽ ഖത്തരി എന്നാണോ, ഇഷാറത്തുൽ ഖത്തരി എന്നാണോ? ഇത് മൂന്നും ശരിയാണ്. അടയാളം എന്നാണ് എല്ലാത്തിന്റെ അർത്ഥം. ഇഷാറത്ത്, അലാമത്ത്, ദലാൽ. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചത് അള്ളാഹുൽ അഹ്മറു അലാമത്തുൽ ഖത്തരി എന്നാണ് അല്ലേ? പിന്നെ ആ റുമൂസു അല ലൗഹാത്തുൽ മുത്തഖത്തിയ, സീബ്ര ബോർഡിന്റെ സിംബലുകള് തുസാഹിദു തഖൂലു അസായിഖീന ഫി തൻളീമിൽ ഹറകാത്തിൽ മുറൂറി, ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ സിസ്റ്റമാക്കുന്നതിൽ ഇവരെ ഡ്രൈവേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞതല്ലേ? അപ്പൊ അതിന്റെ ഒരു വാക്ക് ഇവിടെ ശരിക്ക് തുസായിദു എന്നാണ്. തുസായിദു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സെന്റൻസുകളെ ശരിയാക്കാനാണ്. കാനലി ഹാമിദിനുണ്ടായിരുന്നു സലാസത്തു ഔലാദൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. ശരിക്കും തെറ്റാണ്, സലാസത്തു ഔലാദി എന്നാണ് വേണ്ടത്. പിന്നെ ബാത്ത് അബ്ദുള്ള ഫിൽ ഖിത്താരി നായിമുൻ എന്നാണ്. നിയമം പഠിച്ചു, ബാത്തിന്റെ ഖബറാണ് നായിം എന്നുള്ളത്. അപ്പൊ ഖബറിന് നസ്ബ് വേണം. ബാത്ത് അബ്ദുള്ള ഫിൽ ഖിത്താരി നായിമൻ എന്നാണ് പറയേണ്ടത്. പിന്നെ അടുത്ത ഫി അസ്ന ഇഖാമത്തി ഹി ഫിൽ മദീനത്തി അലിമ അബ്ദുള്ള, ഇഖാമത്തി ഹാ എന്നല്ല, അബ്ദുള്ള ആണല്ലോ. അപ്പൊ അബ്ദുള്ളയുടെ താമസം എന്ന് പറയുമ്പോൾ ഫി ഇഖാമത്തി ഹി എന്നാണ് പറയേണ്ടത്. ഫി അസ്നാഹി ഇഖാമത്തി ഹി ഫിൽ മദീനത്തി എന്നാണ് പറയേണ്ടത്. പിന്നെ ഇഷാറത്തുല്ലാഹിൽ അസ്ഫരി യർമുസു ഇല തവഖുഫി, അസ്ഫറായ ഇഷാറത്തുല്ലാഹിൽ അസ്ഫരി യർമുസു എന്നല്ല, അവിടെ ഇഷാറത്ത് എന്ന് പറഞ്ഞ മുഅന്നസായ പദമാണ്. അപ്പൊ അവിടെ എന്ത് വേണം? തർമുസു എന്ന് പറയണം. ഇഷാറത്തുല്ലാഹിൽ അസ്ഫരി തർമുസു എന്നാണ് പറയേണ്ടത്. പിന്നെ അടുത്ത അമ്മൽ ഇഷാറാത്തുൽ അർലിയ ഫഹുവ അതീത, അമ്മൽ ഇഷാറാത്തുൽ അർലിയ അവിടെ മുഅന്നസാണ്. അപ്പൊ ഫഹിയ അതീതത്ത്, അത് ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ മുദക്കർ മുഅന്നസ് പരമായ പ്രശ്നമാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഫഹുവ എന്നല്ല ഫഹിയ എന്നാണ് പറയുന്നത്. കാരണം ഇഷാറാത്താണ്, മുഅന്നസ് ആണ്. അതേപോലെ മുമ്പത്തത് തർമുസു എന്നാണ്, കാരണം അവിടെ ഈ ഇഷാറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇഷാറത്ത് മുഅന്നസായ പദമായത് കൊണ്ട് ആ മുഅന്നസായ പദത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഫെയിലിനും എന്ത് കൊടുക്കണം? മുഅന്നസിന്റെ ആശയം കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് കാനാവാഹാത്ത് ഉപയോഗിക്കാറുള്ളത്, അതുപോലെ ട്രാഫിക് സിഗ്നലുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പ്രയോഗങ്ങളും നമ്മൾ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്. ശുക്രൻ.